ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് CPM എന്ന് ഞാൻ അറിഞ്ഞില്ല. ED ഇറക്കുന്നത് വീഡിയോ ഓഡിയോ അല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് ED. സ്വന്തമായി കേസ് രജിസ്റ്റർ ചെയ്യാനും, അതായത് ECIR ചെയ്യാനും, സ്വന്തമായിട്ട് കേസ് അന്വേഷിക്കാനും, റെയ്ഡ് നടത്താനും, സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള അധികാരം EDക്കുണ്ട്. അവർക്ക് മേലെ കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ നിയന്ത്രണം മാത്രമാണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോശമായ രീതിയിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് അവർക്ക് ഫേവറായ കാര്യങ്ങളോ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നിയന്ത്രണം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഒരാളെ പോയി റെയ്ഡ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്ഡ് ചെയ്യുന്നതല്ല ED. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ സംഭവം പിണറായി വിജയനെതിരെയല്ല, പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ് കേസ്. റെയ്ഡ് ചെയ്യുമ്പോൾ കുടുംബത്തിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ വീടുകളും ഓഫീസുകളും റെയ്ഡ് ചെയ്യും. അത് നിയമമാണ്. പ്രധാനമായിട്ടും PMLA, FEMA എന്ന 2 നിയമങ്ങൾ വെച്ചിട്ടാണ് ED പ്രവർത്തിക്കുന്നത്. ഇതിലൊന്നിൽ പെട്ടതാണ് ഈ വീണയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം. അതിനെ പറ്റിയിട്ടാണ് അന്വേഷിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് റെയ്ഡ് ചെയ്യാനുള്ള കാരണം VDയും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ല. കാരണം CMRL എന്ന കമ്പനി ഈ അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു കേസ് നടത്തിയിരുന്നു. ആ കേസിന്റെ വിധി വന്നിട്ടുണ്ട്. അതായത് ED നിയമവിരുദ്ധമായിട്ടല്ല നടത്തുന്നത്, അവർക്ക് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നത് മെയ് 26 വിധി വന്നിരുന്നു. അതുകൊണ്ടാണ് മെയ് 27 ഇന്ന് ഈ അന്വേഷണം നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ VDയും മോഡിയും തമ്മിലുള്ള അലയൻസ് ആണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ രീതിയിലേ നടക്കുള്ളൂ. ഹർജി തള്ളി കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് EDയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യുന്നത്. ഇതിലേറെ എത്രയോ പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ധന വിലക്കയറ്റം, ഗ്യാസിന്റെ വിലക്കയറ്റം, ഡോളറിന്റെ മൂല്യം ഉയരുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ്. ഇതിനെതിരെ ഒന്നും നിങ്ങൾ പ്രതികരിക്കുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. കേസ് എന്താണെന്ന് പറഞ്ഞുതരാം. മാസപ്പടി കേസ് എന്ന് പറയും. അതായത് CMRL അതൊരു കരിമണൽ ഖനനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയും ഈ വീണയുടെ ലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും മാസപ്പടിയായിട്ട് 2017 മുതൽ 2021 വരെ 1.72 കോടി ഇവർ കൈപ്പറ്റി എന്നുള്ള തെളിവ് EDക്ക് കിട്ടിയതുകൊണ്ടാണ് ഈ കേസ് വന്നിട്ടുള്ളത്. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുള്ള കള്ളപ്പണമാണോ എന്ന് EDക്ക് സംശയമുള്ളതുകൊണ്ടാണ് അവർ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് പുറകിൽ ആരൊക്കെയുണ്ടോ അവരാണ് പേടിക്കേണ്ടത്. നിങ്ങളെ പിണറായി വിജയൻ എന്തിനു പേടിക്കണം? പിണറായി ഇത് ചെയ്തിട്ടുണ്ടോ? IT കമ്പനിയും ഒരു സ്വകാര്യ കരിമണൽ ഖനനം ചെയ്യുന്ന ഒരു കമ്പനിയും തമ്മിൽ ഒരു തരത്തിലും ബന്ധപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇവര് തമ്മിൽ എന്താണ് ബന്ധം? അതാണ് അന്വേഷിക്കേണ്ടത്. അതാണ് പ്രശ്നം. അല്ലാതെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തിയതല്ല പ്രശ്നം. എന്തായാലും ഭരണത്തിലിരിക്കേണ്ട CPMനെ പേടിക്കേണ്ട, പ്രതിപക്ഷത്തിരിക്കുന്ന CPMനെ പേടിക്കണം എന്നൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് SFIയുടെയും KSUവിന്റെയും പ്രശ്നവും ഇപ്പൊ ഇതും കൂടി ആകുമ്പോ പാർട്ടി ശക്തിപ്പെടും. പക്ഷെ ഈ കേസ് പാർട്ടിക്ക് പറ്റിയ കേസല്ല. തൊഴിലാളികളുടെ പാർട്ടിയാണ്, മുതലാളിമാരുടെ പാർട്ടിയല്ല.